ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് സമയം കിട്ടുമ്പോൾ മാത്രം ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അന്ന് മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് എലീനെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിഡിലൻ ടിപ്പാട്ടോ. ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതൊന്നുമല്ല. ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് ഹസ്ബൻഡിൻ്റെ കൂടെ ക്വാർട്ടേഴ്സിലാണ്. ഗുജറാത്തിൽ ഹസ്ബൻഡ് മിലിറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഞാൻ മാത്രമേ ഇവിടെ മലയാളി ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് താമസിക്കുന്നത് ഹിന്ദിക്കാരെ, മഹാരാഷ്ട്ര, അതേപോലെ ബീഹാർ, അങ്ങനെ കുറേ സ്ഥലത്തുള്ളവരാണ്. അപ്പം ഇങ്ങനെ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതൊരു ടിപ്പാണ് കേട്ടോ. അവർക്ക് ഫുള്ള് കൃഷിയാണ്, ഗോതമ്പ് കൃഷി, അതേപോലെ ചോളം, അങ്ങനെ കുറേ കൃഷിയൊക്കെ ഉണ്ട്. അവരെ കൃഷി സ്ഥലങ്ങളിൽ അവർ ചെയ്യുന്ന ഇതാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെ നിന്ന് എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ആളെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അവരായിട്ട് നല്ല കമ്പനിയായി. അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞത് നടക്കും. എനിക്ക് ഹിന്ദി അങ്ങനെ അറിയില്ല, പക്ഷെ അവർ പറയുന്നത് നല്ലപോലെ മനസ്സിലാവും. അങ്ങോട്ട് നമ്മളൊക്കെ മുറിച്ചൊക്കെ ഇങ്ങനെ പറയും. എന്തോ കുറേ ഇങ്ങനെ സംസാരിച്ചതിനെ കൊണ്ട് അവർക്കിപ്പോൾ ഞാൻ പറയുന്നതൊക്കെ നന്നായിട്ട് മനസ്സിലാവും. അങ്ങനെ അവർ പറഞ്ഞു തന്നതാണ് കേട്ടോ. അവന് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലൊരു ടിപ്പാണ് കേട്ടോ ഇത്. ഈ ഒരു എലീനെ തുരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ചോളം കൃഷിയുണ്ട്. ഈ ഒരു ചോളം കൃഷി നല്ലപോലെ മൂത്ത ശേഷം പോലും അവർ വിളവെടുക്കുള്ളൂ. ആ ഒരു വിളവെടുക്കുന്ന സമയത്തൊക്കെ ആകുമ്പോഴേക്കും കുറേ എലി ഇങ്ങനെ കൊണ്ടുപോകും. അതേപോലെ തന്നെ ഇതവർ നടുന്ന സമയത്ത് ഇതിൻ്റെ കുണ്ടൊക്കെ വാരി എലി അങ്ങ് പോകുമ്പോൾ പിന്നെ അത് എടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ എലി നശിപ്പിച്ച് കളയും. അങ്ങനെയുള്ള സമയങ്ങളിൽ അവർ ചെയ്യുന്നൊരു ടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളെ വീട്ടിൽ വേണ്ടാത്ത പാത്രം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പാത്രം എടുക്കാം. അതിൻ്റെ അകത്തേക്ക് കുറച്ച് കടലപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. കടലപ്പൊടി തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇല്ലാത്തവർ ആട്ടപ്പൊടി ആയാലും കുഴപ്പമില്ല, ആട്ടപ്പൊടി എടുക്കുക. ഒരു 2-3 സ്പൂണോളം മതിയാവും. 2-3 സ്പൂണോളം ആട്ടപ്പൊടി അല്ലെങ്കിൽ കടലപ്പൊടി ഇല്ല, അതെടുക്കാം. ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് കടലപ്പൊടിയാണ്. ഏകദേശം 3 സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ സോപ്പ് പൊടിയാണ് വേണ്ടത്. കുറച്ച് സോപ്പ് പൊടി എടുക്കുക. ഈ ഒരു എലിക്ക് എന്താണെന്നറിയോ, നമ്മൾ എന്തെങ്കിലും ഒരു ഇതേപോലെ എലീനെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ചത്തിട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ അത് തന്നെ വെക്കുമ്പോൾ അതിൻ്റെ അകത്തേക്ക് അടുക്ക പോലും ഇല്ല. അതിനറിയാം അതിനെ കൊടുക്കാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾക്ക് ഒരുപാട് മാർഗ്ഗങ്ങളൊക്കെ സ്വീകരിച്ച് നോക്കും കേട്ടോ. പക്ഷേ ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം എടുത്താൽ അതിനൊറ്റ പ്രാവശ്യം തന്നെ ഇതിൽ ചത്തു കേട്ടോ. അതും നമ്മളെ വീട്ടിലോ പരിസരത്തോ ഒന്നും ഉണ്ടാവില്ല. ഇത് തിന്ന ഈ ഒരു വെപ്രാളത്തിൽ ഇതങ്ങ് ഓടിപ്പോകും കേട്ടോ. അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വിനാഗിരിയാണ്. ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ഉപയോഗിക്കരുത് കേട്ടോ. വിനാഗിരി തന്നെ ഉപയോഗിക്കാം. ഈ ഒരു വിനാഗിരിക്ക് 30 രൂപ എങ്ങാണ്ട് വരും കേട്ടോ. ഇത് ഞാൻ കുറച്ച് പൊടിയല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് മിക്സ് ആക്കാൻ വേണ്ടി കുറച്ച് എടുത്താൽ മതി. ഒരു 4 ഇതിൻ്റെ വിനാഗിരിനെ മൂടിയില്ലേ, അതിൽ 4 മൂടികളൊക്കെ വേണ്ടി വരും. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് ഉടച്ച് മിക്സ് ആക്കി കൊടുക്കുക. എലീൻ്റെ ഈ ഒരു ശല്യം എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ശല്യം തന്നെയാണ് കേട്ടോ. ഈ ഒരു എലീൻ്റെ നമുക്ക് കാലിനൊക്കെ മുറിവൊക്കെ ഉണ്ടെങ്കിൽ എലിമൂത്രമോ എലീൻ്റെ കാട്ടൊക്കെ ആയാൽ വേഗം എലിപ്പനി പോലെയുള്ള രോഗങ്ങൾ വരും. എലിപ്പനി വരെയുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പെട്ടെന്ന് മാറും, അല്ലാത്ത സമയങ്ങളിൽ അത് മാറിയെന്ന് വരില്ല. അങ്ങനെ നമുക്ക് വലിയ ഇതൊക്കെ തന്നെ വരും. അതുകൊണ്ട് എലീനെ എവിടെ കണ്ടാലും അതിനെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ ഇതിനെക്കൊണ്ട് എലി മാത്രമല്ല വേറെ പാറ്റ പല്ലിയൊക്കെ പോകും കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് മെയിനായിട്ട് വേണ്ടത് പച്ചമുളകാണ്. ഈ ഒരു കടും പച്ച കളറുള്ള മുളകിൽ നിന്ന് ഭയങ്കര എരിവാണ് കേട്ടോ. നല്ല എരിവുള്ള പച്ചമുളക് തന്നെ എടുക്കുക. എന്നിട്ട് അതൊന്ന് ഇടികളിലിട്ട് നല്ലപോലെ ചതച്ചെടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ലോണം തന്നെ ചതച്ചെടുക്കുക. മിക്സീൻ്റെ ജാറിലിട്ടിട്ട് അരയ്ക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അത് 4 എണ്ണല്ലേ ഉള്ളൂ. അപ്പോൾ മിക്സീൻ്റെ ജാറിലിട്ട് അരച്ച് വരാൻ കുറച്ച് പാടല്ലേ. അപ്പോൾ അത് ഞാൻ കുത്തിയെടുത്തത്. എന്നിട്ട് നമ്മൾ ഈ ഒരു മിക്സിയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു എലിക്ക് ഈ ഒരു ചോളം അങ്ങനെയൊന്നുമില്ല. നമ്മൾ കുറച്ച് കടലാസൊക്കെ ആണെങ്കിൽ പേപ്പർ കഷ്ണമൊക്കെ ആണെങ്കിലും കൂടെ അത് പേപ്പർ കഷ്ണമൊക്കെ ബുക്കൊക്കെ അട്ടിക്ക് വെച്ചാൽ അതൊക്കെ കടിച്ച് മുറിച്ച് തിന്നാണ്. അതേപോലെ ഡ്രസ്സ്. പക്ഷെ ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് ന്യൂസ് പേപ്പറിൻ്റെ അകത്താണ് കേട്ടോ. പക്ഷെ അവർ ഉപയോഗിക്കുന്ന ന്യൂസ് പേപ്പറിലല്ല. ഇങ്ങനത്തെ മിശ്രിതം ഉണ്ടാക്കിയിട്ട് പഴയ തുണിക്കെട്ടൊക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെ തുണിയിലൊക്കെ ആക്കിയിട്ട് ചുരുട്ടിയിട്ട് ഈ ഒരു ചോളം കൃഷിയുള്ള അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ ഒരു കൃഷി നട്ടിട്ടില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാൻ പോലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പേപ്പറിൻ്റെ കഷ്ണമാണ്. ഇവിടെ അങ്ങനെ എലീൻ്റെ ശല്യം എന്ന് പറയാൻ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെ പുറത്തൊരു ലിഫ്റ്റ് ഉണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ ഒരു ദിവസം ഒരു എലീനെറ്റാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും താഴെ ഞാൻ 5ാമത്തെ നിലയിലുള്ളത്. ഏറ്റവും താഴെ കാറൊക്കെ നിർത്തിയിരുന്നില്ല, അവിടെയൊക്കെ ഒറ്റൊന്നൊക്കെ എപ്പോഴോ ഞാനൊരു മഴേൻ്റെ ഈ സീസണിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കുന്നൊരു വീഡിയോ കേട്ടോ. പിന്നെ ഇവിടെ പാറ്റേൻ്റെ ശല്യവും പല്ലീൻ്റെ ശല്യമൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പം ഞാൻ ഈ ഒരു മിക്സ് ഈ ഒരു പേപ്പറിൻ്റെ അകത്തേക്ക് നല്ല പോലെ തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 പേപ്പർ ഇതേപോലെ ചുരുട്ടിയിട്ട് ഈ ഒരു മിക്സിൻ്റെ അകത്തേക്കും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു എലിക്കും പല്ലിക്കായാലും ഇതിനൊക്കെ പേപ്പറിൻ്റെ കഷ്ണം ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ കേട്ടോ. അപ്പം ഇതിലേക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി അതിലേക്കൊന്ന് ഇട്ട് അതിൻ്റെ പുറം ഭാഗത്തൊക്കെ ഈ ഒരു മിക്സാക്കിയ ശേഷം നമ്മൾ അടുക്കളേനെ ഗ്യാസിൻ്റെ അവിടെയും അതേപോലെ തന്നെ നമ്മൾ കുപ്പി ഗ്യാസിൻ്റെ കുറ്റിയൊക്കെ വെച്ച് സിലിണ്ടർ വെച്ച് അവിടെയൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. എലിയായാലും പല്ലിയായാലും പാറ്റയായാലും ഒക്കെ നശിച്ചു പോകട്ടോ. ഇത് തിന്നു കഴിഞ്ഞാൽ എലി ഇത് തിന്നു കഴിഞ്ഞാൽ ഈ ഒരു വെപ്രാളത്തിൽ അങ്ങ് ഓടിപ്പോയിക്കോളും ദൂരെ എവിടെ. പിന്നെ ഇത് വെച്ച് കൊടുക്കണത് നമുക്ക് എലീൻ്റെ ശല്യം എവിടെയൊക്കെയാണുള്ളത് അവിടെയൊക്കെയാണ് കേട്ടോ. അതേപോലെ നമ്മളെ മെയിൻ വാതിലില്ലേ, രാത്രിയൊക്കെ വാതിലിൻ്റെ അതിലൂടെയൊക്കെ വരുമല്ലോ, വാതിലിൻ്റെ അവിടെയൊക്കെ വെച്ച് കൊടുക്കുക. അതേപോലെ അടുക്കള വാതിലിൻ്റെയോ ഉമ്മറത്തെ വാതിലിൻ്റെയോ അവിടെയൊക്കെ വെച്ച് കൊടുക്കുക. ഞാനെനിക്ക് ഒരു വലിയ പേപ്പറിൻ്റെ കഷ്ണം ഗ്യാസിൻ്റെ അടിയിലേക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പരിസരത്തൊക്കെയാണ് ഏകദേശം എലി വന്നിട്ട് നിൽക്കുക കേട്ടോ. പിന്നെ നമ്മളെ സ്റ്റോർ റൂമിൽ അരി അതേപോലെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുള്ള അവിടെയൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്